അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധമായ ഈ റമളാനിൽ നമ്മൾ എടുക്കുന്ന നോമ്പുകളും മറ്റു ഇബാദത്തുകളും പോരായ്മകളെല്ലാം പരിഹരിച്ച് നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നഷ്ടപ്പെടുന്ന നോമ്പുകളെ കുറിച്ചാണ്. യാതൊരു കാരണവുമില്ലാതെയാണ് ഒരാൾക്ക് നോമ്പ് നഷ്ടപ്പെടുന്നത് എങ്കിൽ വിശുദ്ധ റമളാൻ കഴിയുന്നതോടുകൂടെ പെട്ടെന്ന് തന്നെ അതിന് ഖളാ വീട്ടണം. ഇനി വ്യക്തമായ കാരണത്തോടു കൂടെയാണ് ഒരാൾക്ക് നോമ്പ് നഷ്ടപ്പെടുന്നത് എങ്കിൽ അടുത്ത റമളാൻ ആകുമ്പോഴേക്ക് ആ നോമ്പുകൾ ഖളാ വീട്ടിയാൽ മതി. സുഖപ്പെടുമെന്ന് യാതൊരു പ്രതീക്ഷയുമില്ലാത്ത രോഗി, അദ്ദേഹത്തിന്റെ പ്രതീക്ഷകളൊക്കെ അസ്തമിച്ചിട്ടുണ്ട്, തന്റെ രോഗം മാറുമെന്ന എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ സുഖപ്പെടുമെന്ന് യാതൊരു പ്രതീക്ഷയുമില്ലാത്ത രോഗി എത്ര നോമ്പാണോ തനിക്ക് നഷ്ടപ്പെടുന്നത് അതിനനുസരിച്ച് ഓരോ മുദ്ദ് വീതം നൽകിയാൽ മതി. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് സ്ത്രീകളാണ്. കാരണം ഹൈള് മുഖേനയോ നിഫാസ് മുഖേനയോ ഒക്കെ നഷ്ടപ്പെടുന്ന നോമ്പുകൾ അടുത്ത റമളാനാകുമ്പോഴേക്ക് ഖളാ വീട്ടിയാൽ മതി. വിശാലമായ 11 മാസത്തെ സമയമുണ്ട്. അതിനിടക്ക് എത്ര നോമ്പാണോ നമുക്ക് നഷ്ടപ്പെടുന്നത്, ഉദാഹരണമായി 6 7 ഒക്കെ നോമ്പ് നഷ്ടപ്പെടുകയാണെങ്കിൽ അടുത്ത ഒരു വർഷത്തിനുള്ളിൽ നമ്മൾ അത് ഖളാ വീട്ടിയാൽ മതി. നിസ്കാരം പോലെയല്ല നോമ്പ്. ഹൈളും നിഫാസും ഒക്കെ ഉള്ള സമയത്ത് നിസ്കാരം നിർബന്ധമില്ല. ആ നിസ്കാരങ്ങൾ പിന്നീട് ഖളാ വീട്ടേണ്ടതുമില്ല. പക്ഷെ നോമ്പ് പ്രകാരമല്ല. നഷ്ടപ്പെടുന്ന നോമ്പുകൾ നിർബന്ധമായും സ്ത്രീകൾ ഖളാ വീട്ടിയിരിക്കണം, അത് നിർബന്ധമാണ്. എന്നാൽ പലയിടങ്ങളിലും കണ്ടുവരുന്ന ഒരു സാഹചര്യം, പല സ്ത്രീകളും നഷ്ടപ്പെടുന്ന നോമ്പുകൾക്ക് പകരമായി ഖളാ വീട്ടാതെ വെറും മുദ്ദ് കൊടുത്താൽ മാത്രം തന്നെ പരിഹാരമാകും എന്ന് വിചാരിച്ച് അതുപോലെ ചെയ്യുന്നവരുണ്ട്. അത് തീർത്തും തെറ്റാണ്. എത്ര നോമ്പാണോ നമുക്ക് നഷ്ടപ്പെടുന്നത് ആ നഷ്ടപ്പെടുന്ന നോമ്പുകൾ നിർബന്ധമായും നമ്മൾ ഖളാ വീട്ടുക തന്നെ വേണം. അടുത്ത റമളാൻ ആകുമ്പോഴേക്ക് ഖളാ വീട്ടാൻ സാധിച്ചില്ലെങ്കിലാണ് നമ്മൾ ഓരോ നോമ്പിനും ഓരോ മുദ്ദ് വെച്ച് നമ്മൾ പ്രായശ്ചിത്തമായി നൽകേണ്ടത്. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഈ വർഷം നഷ്ടപ്പെടുന്ന, ഈ റമളാനിൽ നഷ്ടപ്പെടുന്ന നോമ്പുകൾ എത്രയാണ് എന്ന് നമ്മൾ ഓർമ്മിച്ചു വെക്കുക. എന്നിട്ട് ഈ റമളാൻ കഴിഞ്ഞ് അടുത്ത റമളാൻ ആകുന്നതിന് മുമ്പ് അത് സാവധാനം നോറ്റുവീട്ടിയാൽ മതി. അടുത്ത വർഷത്തെ റമളാൻ ആകുമ്പോഴേക്ക് നമുക്ക് ഒരുപാട് സുന്നത്ത് നോമ്പുകൾ വരുന്നുണ്ട്. റജബ് 27 സുന്നത്ത് നോമ്പുണ്ട്. അതുപോലെ ഷഅബാൻ 15 സുന്നത്ത് നോമ്പുണ്ട്. മുഹറം 9 10 സുന്നത്ത് നോമ്പുകളുണ്ട്. അതുപോലെ എല്ലാ തിങ്കളും വ്യാഴം ഒക്കെ സുന്നത്ത് നോമ്പിന്റെ ദിവസങ്ങളാണ്. അങ്ങനെ സുന്നത്ത് നോമ്പിന്റെ ദിവസങ്ങൾ ഉപയോഗപ്പെടുത്തി നമുക്ക് ഈ ഖളാ ആയ നോമ്പുകൾ വീട്ടാവുന്നതാണ്. അപ്പോൾ ഖളാ ആയ നോമ്പുകളുടെ വീടലും അതുപോലെ സുന്നത്തായ നോമ്പിന്റെ പ്രതിഫലം രണ്ടും ഒരുമിച്ച് നേടാനാകും. പറഞ്ഞു വരുന്നത്, അടുത്ത റമളാൻ ആകുമ്പോഴേക്ക് ഖളാ വീട്ടിയാൽ മതി. അങ്ങനെ ഖളാ വീട്ടാൻ സാധിച്ചില്ലെങ്കിലാണ് ഓരോ നോമ്പിനനുസരിച്ച് ഓരോ മുദ്ദ് വീതം നമ്മൾ പ്രായശ്ചിത്തമായിട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ കഴിഞ്ഞ റമളാനിൽ നോമ്പ് നഷ്ടപ്പെട്ട സ്ത്രീകൾ ഈ റമളാൻ ആകുമ്പോഴേക്കും നഷ്ടപ്പെട്ട നോമ്പുകൾ ഖളാ വീട്ടിയില്ലെങ്കിൽ നിർബന്ധമായും എത്ര നോമ്പാണോ നഷ്ടപ്പെട്ടത് അതിനനുസരിച്ച് മുദ്ദ് കൊടുക്കേണ്ട സമയം ആയിട്ടുണ്ട്. നിർബന്ധമായും ആ മുദ്ദ് കൊടുക്കണം. എത്ര വർഷമാണോ ഈ നോമ്പ് ഖളാ വീട്ടാതെ ബന്ധിപ്പിക്കുന്നത് ആ വർഷത്തിനനുസരിച്ച് മുദ്ദ് ഇരട്ടിയാകും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുകൊണ്ട് നഷ്ടപ്പെടുന്ന നോമ്പുകൾ ഖളാ വീട്ടുക തന്നെ വേണം എന്ന് എപ്പോഴും ഓർമ്മയുണ്ടായിരിക്കണം. അല്ലാതെ മുദ്ദ് കൊടുത്താൽ മാത്രം നഷ്ടപ്പെട്ട നോമ്പുകൾക്ക് പരിഹാരമാവുകയില്ല. പല സ്ഥലങ്ങളിലും സ്ത്രീകൾ ഇത് അറിയാതെ ഈ രൂപത്തിൽ ചെയ്യുന്നത് കൊണ്ടാണ് ഈ വിഷയം ഓർമ്മപ്പെടുത്തുന്നത്. പിന്നെ സ്ത്രീകൾ ശ്രദ്ധിക്കാനുള്ളൊരു വിഷയം, ഗർഭിണിയായിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കുഞ്ഞിന് മുലയൂട്ടുന്ന സമയത്ത് കുട്ടിയുടെ ആരോഗ്യ പ്രശ്നം നോക്കിയിട്ട്, എന്ന് വെച്ചാൽ കുട്ടിക്ക് വല്ല പ്രശ്നവും സംഭവിക്കുമോ, ഞാൻ നോമ്പെടുത്താൽ കുട്ടിക്ക് വല്ല പ്രശ്നം സംഭവിക്കുമോ എന്ന് ചിന്തിച്ച് നോമ്പ് നഷ്ടപ്പെട്ടാൽ അതിന് പകരമായും ഒരു മുദ്ദ് വീതം നൽകണം.
മുദ് എന്ന് പറഞ്ഞാൽ അത് ഒരു അളവാണ്. ഇന്ന് നമുക്ക് മാർക്കറ്റിലൊക്കെ കടകളിൽ ഈ മുദ് പാത്രം ലഭ്യമാണ്. എൻ്റെ കയ്യിലുള്ളത് മുദ് പാത്രമാണ്. ഈ മുദ് എന്ന് പറഞ്ഞാൽ ഒരു അളവാണ്. നമ്മൾ തൂക്കമനുസരിച്ച് പറയുകയാണെങ്കിൽ ഏകദേശം ഒരു 650-700 ഗ്രാം വരും. അത്രയും തൂക്കത്തിലുള്ള നമ്മുടെ നാട്ടിൽ ഭക്ഷണമായി ഉപയോഗിക്കുന്ന ധാന്യം അരിയാണ് നമ്മൾ മുദ്ദായിട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഒരു നോമ്പാണ് നമുക്ക് നഷ്ടപ്പെട്ടത് എങ്കിൽ അതിന് പകരമായിട്ട് ഒരു മുദ് അരിയാണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ എത്ര നോമ്പാണോ നമുക്ക് നഷ്ടപ്പെടുന്നത് അതിനനുസരിച്ച് മുദ്ദുകൾ നമ്മൾ പ്രായശ്ചിത്തമായി കൊടുക്കണം. പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ മുദ് കൊടുക്കേണ്ടത് അടുത്തൊരു വർഷത്തിനുള്ളിൽ നോമ്പ് ഖലാ വീട്ടിയിട്ടില്ലെങ്കിലാണ് അതിന് പ്രായശ്ചിത്തമായിട്ടാണ് നമ്മൾ മുദ് കൊടുക്കേണ്ടത്. അടുത്ത വർഷത്തിന് മുമ്പ് ഖലാ വീട്ടിയാൽ മുദ് കൊടുക്കേണ്ടതില്ല. ഇനി ഖലാ വീട്ടാതെ മുദ് കൊടുത്താൽ മാത്രം പരിഹാരമാവുകയില്ല എന്നും കൂടി സ്ത്രീകൾ ശ്രദ്ധിക്കണം. ഗർഭിണിയായിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ മുലയൂട്ടുന്ന സമയത്ത് കുട്ടിയുടെ ആരോഗ്യ പ്രശ്നം പേടിച്ചിട്ടാണ് നോമ്പ് നഷ്ടപ്പെടുത്തിയത് എങ്കിൽ അതിനും ഈ മുദ് കൊടുക്കൽ നിർബന്ധമാണ്. ഇതാണ് ഈ വിഷയത്തിൽ ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലതുപോലെ ഇബാദത്തുകൾ ചെയ്യാനുള്ള തൗഫീക്ക് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നഷ്ടപ്പെട്ട നോമ്പുകളൊക്കെ ഖലാ വീട്ടാനുള്ള ആഫിയത്തും ആരോഗ്യവും ഒക്കെ അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.